കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയിലെ പെർഫോമൻസ് നോക്കിയാൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 5%, മിഡ് ക്യാപ് ഇൻഡെക്സ് 7%മാണ് ഉയർന്നത്. ആദ്യം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റം പിന്നീട് എല്ലാ സെക്ടറിലുമുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ഇടിഞ്ഞതും അതിനെ തുടർന്ന് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതും ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും ഇപ്രാവശ്യം മികച്ച മൺസൂൺ പ്രതീക്ഷിക്കുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ തുടർച്ചയായ ബൈയിങ്ങുമൊക്കെ മാർക്കറ്റിന് അനുകൂലമായ ഫാക്റ്റുകളാണ്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമാകുന്നത്. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റോക്കുകളും 10 മുതൽ 60 മുതൽ 70% വരെ ഉയരുകയും ചെയ്തു. ഇപ്പോൾ ബൈയിങ് മൊമെൻറ്റം വന്നിരിക്കുന്നത് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും കൂടിയാണ്. റെയിൽ സെക്ടറിലെയും ഒട്ടുമിക്ക സ്റ്റോക്കുകളും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. RVNL, റൈറ്റ്സ്, ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്, ടിറ്റാഗഡ് വാഗൺ ലിമിറ്റഡ് തുടങ്ങിയ പല സ്റ്റോക്കുകളും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 10% മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ റാലിക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലാർജ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിഡ് ക്യാപ് ലാർജ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് LRS സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു. മാർക്കറ്റിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനോടൊപ്പം റെയിൽ സെക്ടറിലെ കമ്പനികൾക്ക് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തുടർച്ചയായ ഓർഡറുകളും മാർക്കറ്റിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഡേറ്റ പരിശോധിച്ചാൽ സെൻട്രൽ റെയിൽവേയിൽ നിന്നും നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നും RVNL, ഇർക്കോൺ തുടങ്ങിയ കമ്പനികൾക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ഏകദേശം 25,333 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്കാണ് ടിറ്റാഗർ എന്ന സ്റ്റോക്കിനുള്ളത്. റെയിൽ ട്രാക്ഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് RVNLന് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ റെയിൽ ഇലക്ട്രിഫിക്കേഷൻ, ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രാക്ഷൻ സിസ്റ്റം, നൂതന ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം എന്നിവയുടെ ഡെവലപ്മെൻറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ റെയിൽ കമ്പനികൾക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. 2025-26 കേന്ദ്ര ബഡ്ജറ്റിലും ഏകദേശം 2.65 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനാണ് സെൻട്രൽ ഗവൺമെൻറ് റെയിൽ സെക്ടറിന് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്. ഇതിൽ റെയിൽ സെക്ടറിലെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുതൽ മോഡേണൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും റെയിൽവേ ലൈനുകൾ, ട്രാക്കുകൾ എന്നിവ വികസിപ്പിക്കുക, സുരക്ഷാ സംവിധാനങ്ങൾ നവീകരിക്കുക തുടങ്ങിയവയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയേക്കാം. ഇനി റെയിൽ സെക്ടറിൽ മികച്ച അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ഉള്ളതും അതേസമയം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ളതുമായ ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടിറ്റാഗഡ് റെയിൽ സിസ്റ്റമാണ്. ടിറ്റാഗഡ് റെയിൽ സിസ്റ്റം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡേയിൽ 14%-ഓളം ഉയർന്ന് 924 എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തിയതിനു ശേഷം 912-നടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 25%-നടുത്ത് റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കും ഫ്യൂച്ചറിലെ വളർച്ചാ സാധ്യതയും തന്നെയാണ് സ്റ്റോക്കിനെ മുന്നിലേക്ക് നയിക്കുന്നത്. 2024 ഡിസംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 25,333 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്കുള്ളത്. ഇതിൽ 13,689 കോടി രൂപയുടെ ഓർഡർ വാഗൺ നിർമ്മിക്കാനും 1,589 കോടി രൂപയുടെ ഓർഡർ മെട്രോ, വന്ദേ ഭാരത് തുടങ്ങിയ കോച്ചുകൾ നിർമ്മിക്കാനും ഉൾപ്പെടുന്നു. പാസഞ്ചർ റോളിംഗ് സ്റ്റോക്ക് ബ്രേക്കപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് 6,846 കോടി രൂപയുടെ ഓർഡറും ഫ്രൈറ്റ് റോളിംഗ് സ്റ്റോക്ക് ബ്രേക്കപ്പിന് 5,161 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർജിങ്സിന് വേണ്ടി വീൽ സെറ്റുകൾ നിർമ്മിക്കാനും കമ്പനിക്ക് 6,300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ബെൽ എന്ന കമ്പനിക്ക് വേണ്ടി വന്ദേ ഭാരതിന് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ നിർമ്മിക്കുന്നതിനും 7,026 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ശക്തമായ ഓർഡർ ബുക്കിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ടിറ്റാഗർ എന്ന സ്റ്റോക്ക് 900 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 980, 1020 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് RVNL-ഉം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 10%-ഓളം ഉയരുകയും ഇൻട്രാഡേയിൽ 417 രൂപയ്ക്ക് അടുത്ത് വരെ ഉയരുകയും ചെയ്തു. 159 കോടി രൂപയുടെ ഒരു കരാറാണ് കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ലഭിച്ചത്. നാഗ്പൂരിലെ ഇറ്റാർസിക്കും അംലയ്ക്കും ഇടയിലുള്ള
ഫീൽഡ് സെക്ഷനിൽ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടും ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റം അപ്ഗ്രേഡേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം 159 കോടി രൂപയുടെ ഓർഡർ RVNL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ RVNLന് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. RVNL എന്ന കമ്പനി റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് IRFC ആണ്. IRFC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 140 മുകളിൽ ഇൻട്രാഡേയിൽ ഉയരുകയും ചെയ്തു. IRFC കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 7% മുകളിലേക്ക് ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണം 10,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചതാണ്. ഇവിടെ സീറോ കൂപ്പൺ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് വഴിയാണ് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്. ഇതുവഴി കമ്പനിക്ക് അത്ര വലിയ പലിശ ബാധ്യത വരുന്നതുമില്ല. 140 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 145, 150 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് IRFC. ഇർകോൺ ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനും തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8% ഉയർന്ന് 190-അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. 17,600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു റെയിൽ സെക്ടറിലെ കമ്പനിയാണ് ഇർകോൺ ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്ക്. ഇർകോൺ ഇൻ്റർനാഷണലിന് ജയ്പൂർ ഡിവിഷൻ, അജ്മീർ ഡിവിഷൻ, ബിക്കാനീർ ഡിവിഷൻ തുടങ്ങിയ ഡിവിഷനുകളിൽ റിമോട്ട് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഓർഡറുകളാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന ഫാക്ടറായി പ്രവർത്തിക്കുന്നത്. ഏകദേശം 51 കോടി രൂപയുടെ ഓർഡറാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇർകോൺ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഇർകോൺ 180 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 200, 205 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BEML ലിമിറ്റഡ്, ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്, ടെക്സ്മാക്കോ റെയിൽ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ, IRCTC തുടങ്ങിയ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റു സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ട്രേഡിംഗ് സെഷനുകളിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്